ചേലക്കരയിൽ DMK-യുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച NK സുധീർ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. സുധീരേട്ടാ, എന്താണ് ഇത്? തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. സമാധാനമായി DF ഓഫീസിലേക്ക് സമരം ചെയ്ത ബഹുമാന്യ MLA അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധമാണ്. എന്താ അദ്ദേഹം ഈ സമരം ചെയ്യാനുള്ള കാരണം നിങ്ങൾ അന്വേഷിക്കണം. ഒരു പാവപ്പെട്ട ആദിവാസി യുവാവ് ആന ചവിട്ടി കൊന്നിട്ട് ഒരാളും ശ്രദ്ധിക്കാതെ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോലും ബഹുമാനിക്കാതെ ഈ ഗവൺമെൻറ്റും അധികാരികളും ഈ അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്തു. അതിനു വേണ്ടിയാണ് ആ പ്രതിഷേധം. ഈ ആന ചവിട്ടി കൊന്ന മണിക്ക് കോമ്പൻസേഷൻ വേണ്ടേ? അതിനുവേണ്ടിയാണ് ബഹുമാനായ MLA ഈ സമരം ചെയ്തത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ഈ നടപടി തികച്ചും അപലപനീയമാണ്. ഇതിന് തക്കതായ മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. MLA പറഞ്ഞത് അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പോലീസിന്റെ നീക്കം അത്തരത്തിൽ തന്നെ ഒരു നേരത്തെ തന്നെ ഇത് പ്ലാൻഡ് ആണ്. ഇത് ഭരണകൂട ഭീകരതയാണ്. അദ്ദേഹത്തിനെ മനഃപൂർവ്വം കേസിൽ കുടുക്കാൻ വേണ്ടി അധികാരികൾ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുണ്ടായത്. വലിയ പ്രതിഷേധം ഉയരും. വലിയ പ്രതിഷേധം ഉണ്ടാവും. എന്താ സംശയം? അതാണ് ശ്രീ NK സുധീർ പറഞ്ഞത്. വലിയ പ്രതിഷേധങ്ങൾ ഉയരും. ഇത് ഭരണകൂട ഭീകരതയാണ്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് ഇത്തരത്തിലുള്ള നടപടികളെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് DMK-യുടെ ഭാഗമായിട്ട് ചേലക്കരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ മാത്രം വാക്കുകളായി കാണാനാകില്ല. അൻവറിന്റെ തീർച്ചയായും സുധീറിന്റെ വാക്കുകൾ ആണ് നമ്മൾ കേട്ടത്. ഇപ്പോഴും ആശുപത്രിയിൽ തുടരുക തന്നെയാണ് PV അൻവർ. പ്രത്യേകിച്ച് ഡോക്ടറുടെ മുറിയിൽ ആണ് ഇപ്പോൾ അൻവർ ഉള്ളത്. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി എന്താണ് അൻവറിന്റെ ആരോഗ്യസ്ഥിതി എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസിന് ഡോക്ടർ കൈമാറും. അവിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നീട് അടുത്ത നടപടിയിലേക്ക് പോലീസിന് കടക്കാനും സാധിക്കും. ആ നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ